ഹലോ ഗൈസ് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇന്ന് ഞാനെത്തി കോഴിക്കോട് പന്തീരാൻകാവ്. അവിടെ ക്യാപ്കോൺ ICCയിലെ ഒരു പരിപാടി ഉണ്ടോ. ഈ പരിപാടിയിലെ കയറണം മുമ്പ് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അവിടെ നമ്പർ കൊടുക്കണം, പിന്നെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കണം, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പോയി. പിന്നെ അവിടെ പോയിട്ട് അവിടെ ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞു അത് മുബറക്കിന്റെ അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് കയറിക്കോ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ജാസ്തി സന്തോഷമായി. പിന്നെ എന്റെ മുതലാളിന്റെ കൂടെ ഒരു കാക്കക്കോ അസ്സലാമലൈക്കും പറഞ്ഞിട്ട് ഉള്ളിലെ കയറിയിട്ട് ഗൈസ് എന്ത് പറയാ, ഞാനൊക്കെ പ്രാന്തായി കണ്ടിട്ട് എന്റെ കണ്ണല്ലേ വിശ്വാസമായില്ലേ, എത്ര ഗ്ലാമർ. പിന്നെ ഞാൻ ഈ സ്റ്റേജിന്റെ അടുത്ത് വന്നിട്ട് എന്റെ കുറച്ച് പേടി കമ്മിയാക്കാം, അങ്ങനെ ധൈര്യമാക്കാം ഈ സ്റ്റേജിന്റെ അടുത്ത് വന്നിട്ട് ഗൈസ്. കാരണം എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം അങ്ങനത്തെ പോലെ ഈ സ്റ്റേജില് നമുക്ക് കയറണ ഒരു പരിപാടിയില് വന്നി ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര ഇമോഷണൽ ആയിനി. പിന്നെ നമ്മളുടെ ഈ പരിപാടിയില് നമ്മളുടെ മന്ത്രിമാർ വന്നി, എല്ലാ ആൾക്കാരും വന്ന് നാടി എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ പരിപാടി തുടങ്ങി. പിന്നെ നമ്മളുടെ ഈ മന്ത്രിമാർ നാടാൻ എല്ലാ ആൾക്കാരെ ഈ സിനിമന്റെ കഥ പറഞ്ഞ്, ബ്ലോഗ്സ് ആൾക്കാരിൻ്റെ കഥ പറഞ്ഞ്, ബ്ലോഗേഴ്സ് യൂട്യൂബറിൻ്റെ കഥ പറഞ്ഞിട്ട് മുബാറക്ക് പേര് വിളിച്ച് ഭയങ്കര ഞാൻ സന്തോഷ്, ഭയങ്കര ഇമോഷണലായി. നിങ്ങൾക്കൊക്കെ എങ്ങനെ പറയാ, എൻ്റെ യൂട്യൂബ് ചാനലിലെ ആ വീഡിയോ ഉണ്ടോ, ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലുണ്ടോ, അതിൽ പോയിട്ട് നിങ്ങൾ നോക്കിക്കോ. അടിപൊളി വീഡിയോ ഉണ്ടോ, നിങ്ങൾ നോക്കാതെ മനസ്സിലാവും ഗൈസ്. ഈ ഇമോഷണൽ ആവാന എൻ്റെ കാരണം എന്താ അറിയോ, ഞാൻ ചെറുത ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയും എത്ര ബുദ്ധിമുട്ടുണ്ട് ഇനി എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സന്തോഷമായില്ലേ, എൻ്റെ ഒക്കെ പഴയത ഒക്കെ വാർത്തന ഓർമ്മ വരിട്ട് എൻ്റെ ഇമോഷണൽ അങ്ങനെ ആയി. പിന്നെ ഗൈസ് എൻ്റെ ലൈഫിൽ ഈ കേരളത്തെ വന്നിട്ട് 2025 എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷം കിട്ടി. പിന്നെ ഗൈസ് ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പണിയെടുത്ത്, പിന്നെ ഞാൻ കേരളത്തെ വന്നിട്ട് ഈ കേരള ആൾക്കാരിൻ്റെ ഹൃദയത്തിലെ ഒരുപാട് സ്നേഹം കണ്ടിട്ട് ഞാൻ തീരുമാനിച്ച് കേരളത്തിൽ നിൽക്കും.